ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നലെ ഞാൻ ഇട്ട വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളെ എങ്ങനെയൊക്കെ നോക്കണം, എന്നെക്കൊണ്ട് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ കുറേയൊക്കെ ഞാൻ അതിനകത്ത് പറഞ്ഞ് ഇങ്ങനെ എന്നെ രീതിയിലൊക്കെ ചെയ്താൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് ഒരു വിധത്തിൽ ആത്മഹത്യയിൽ നിന്നൊക്കെ രക്ഷിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന മറ്റൊരു കണ്ടൻറ്റ്, നിങ്ങളുടെ ആൺകുട്ടികളെ നിങ്ങൾ ഏത് വിധത്തിൽ ശരിയായ രീതിയിൽ വളർത്തണം എന്നതിനെക്കുറിച്ചൊരു ചെറിയ തോട്ടാണെന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. മിക്കയിടത്തിലും ആൺകുട്ടികളുടെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറയുക അമ്മയുടെ ചെല്ല കുട്ടികൾ തന്നെ. മിക്കയിടത്തുനിന്നല്ല, എല്ലാ വീട്ടിലത്തെ അവസ്ഥയും അത് തന്നെയാണ്. ഈ ആൺകുട്ടികൾ ഒരു പരിധി കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് തന്നെ ദോഷമായി ഭവിക്കുമെന്നതിനെക്കുറിച്ച് നിങ്ങൾ ഓർക്കുക. കാരണം ആ പെൺകുട്ടികളെ ട്രെയിനിങ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ആൺമക്കളെ ശരിയായ വിധം ട്രെയിൻ ചെയ്തില്ല എങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അവർ വിവാഹം കഴിക്കാനുള്ളത് തന്നെയാണ്, പെൺകുട്ടികൾ മാത്രം അല്ല. അവർ വിവാഹം കഴിച്ച് ഒരു കുടുംബം പോറ്റാനുള്ള കുടുംബ നാഥന്മാരാണ്. അവർ കുഞ്ഞുങ്ങളെ നോക്കണം, അവരുടെ ഭാര്യയെ നോക്കണം, പിന്നെ ഭാര്യയുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സ്വന്തം മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഇതെല്ലാം ഒരു പയ്യൻ്റെ ചുമലിലുള്ള ഉത്തരവാദിത്വം തന്നെയാണ്. എല്ലാവരെയും ഒരുവിധം തൻ്റെ സംരക്ഷണയിൽ കെയർ ചെയ്ത് കൊണ്ടുപോവുക എന്നത് ടാസ്ക് തന്നെയാണ്. അതിനുവേണ്ടി ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മക്കളെ ഉന്നാരിച്ചെടുത്ത് നിങ്ങൾ വച്ചിരിക്കാതെ അവർ ഒരു പരുവമാകുമ്പോൾ, അവരുടെ ആ പഠിത്തത്തിൻ്റെ സമയം കഴിഞ്ഞു പോയാൽ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക. അപ്പം നിങ്ങളുടെ ആൺകുട്ടികളെ ഒരു ഉത്തരവാദിത്വമുള്ള നല്ല ഒരു മനസ്സിൻ്റെ ഉടമയാക്കി മാറ്റി നിങ്ങൾക്ക് സാധിക്കണം. കെയറിങ് എല്ലാ ഭാഗത്തും തുല്യമായ രീതിയിൽ എത്താൻ ആ കുട്ടിക്ക് സാധിക്കുന്ന വിധം നിങ്ങൾ നിങ്ങളുടെ മക്കളെ ശരിയായ വണ്ണം ട്രെയിൻ ചെയ്തേ മതിയാവുള്ളൂ. അവരുടെ വിദ്യാഭ്യാസ മേഖലയൊക്കെ കഴിഞ്ഞു, ചുമ്മാ ഫോണിൽ കുത്തി അവിടെ നോക്കി ഇവിടെ നോക്കി അങ്ങ് ഇങ്ങ് നടന്ന് തെരപ്പാര് നടക്കുന്ന ഒത്തിരി പയ്യന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു 18 വയസ്സൊക്കെ കഴിയുമ്പോഴേ തന്നെ ഇവർ എന്തെങ്കിലും ജോലിക്ക് പറഞ്ഞ് വിടാനുള്ള ഒരു തയ്യാറെടുപ്പ് നിങ്ങൾ ചെയ്യണം. അയ്യോ എൻ്റെ കുഞ്ഞല്ലേ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ പുന്നാരിച്ച് കിടത്തി ഉറക്കാതെ അവന് എന്തെങ്കിലും ഒരു ജോലി നോക്കാനായിട്ട് നിങ്ങൾ പറഞ്ഞു വിടണം. കാരണം എന്ന് പറഞ്ഞാൽ അത് അവൻ്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും. അവൻ മറ്റുള്ള ആൾക്കാരുമായി നല്ല സമ്പർക്കം പുലർത്തുമ്പോൾ അവന് പല പല കാര്യങ്ങൾ മനസ്സിലാകും. ഓരോ വ്യക്തികളുടെയും സ്വഭാവ ഗുണങ്ങൾ അവന് മനസ്സിലാവും. എങ്ങനെ ഒരു വ്യക്തിയെ ശരിയായ വണ്ണം പരിഗണിക്കാം എന്നതിനെക്കുറിച്ചൊക്കെ മറ്റുള്ളവരുടെ കമ്മ്യൂണിക്കേഷനിലൂടെ അവനത് മനസ്സിലാവും. അല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെയൊക്കെ ഇരിക്കുന്ന കുട്ടികൾക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു ജ്ഞാനവും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾ അഭിമാനം കൊള്ളുന്നത് പോലെ തന്നെയാണ് അവർ വീട്ടിലുള്ള മറ്റ് സാമഗ്രികൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് അവരെ പറഞ്ഞയക്കുക. മിക്ക ഇടങ്ങളിലും മാതാവ് അല്ലെങ്കിൽ പിതാവ് തന്നെയാണ് വീട്ടിലെ എല്ലാ സാധനക്കൂട്ടുകളും വാങ്ങിക്കൊണ്ട് വെക്കുന്നത്. ചിലയിടങ്ങളിൽ മാത്രമാണ് ആൺകുട്ടികൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഇത്തരം സാധനങ്ങൾ വാങ്ങി അതിൻ്റെ വില നിലവാരം ഒക്കെ അറിയാനായിട്ട് അവർക്ക് സാധിക്കുന്നത്. എങ്കിൽ മാത്രമേ ഒരു കുടുംബത്തെ എത്ര രൂപയുടെ സാധനങ്ങൾ ആവശ്യമുണ്ട്, അത് എത്ര രീതിയിൽ വാങ്ങണം, അപ്പോൾ എത്ര രൂപ സമ്പാദിക്കണം, ഒരു ദിവസം എത്ര രൂപ ഉണ്ടായാലും ഒരു കുടുംബം
മുന്നോട്ട് പോകും എന്നതിനെക്കുറിച്ചൊക്കെ ഒരു അറിവ് ആ കുട്ടികൾക്കുണ്ടാവും. അതുകൊണ്ട് മടി പിടിച്ചിരുന്ന് ഒന്ന് പോയിട്ട് വാ, എനിക്ക് വയ്യ എന്ന് പറഞ്ഞിരിക്കുന്ന കുട്ടികളെ നിങ്ങൾ തല്ലി തന്നെ പറഞ്ഞ് വിട്ടത് മേടിപ്പിക്കണം. കാരണം കൂടുതൽ വരവ് ചിലവ് കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കിയിരിക്കണം. ഒരു കുടുംബം നോക്കാനുള്ള കുടുംബനാഥനാണ് ഒരു 18 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സ് 24 എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പുന്നാരിച്ച് കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ് വയ്ക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കുക. പെൺകുട്ടികളെ കെട്ടിച്ചു വിടുന്ന അതേ ഉത്തരവാദിത്വം തന്നെയാണ് ഒരു ആൺകുട്ടിയെ കെട്ടിച്ചു വിടുന്നതിനും മാതാപിതാക്കൾ എടുക്കേണ്ടത്. കാരണം മറ്റൊരു കുടുംബത്തിലെ പെൺകുട്ടി അത് തൻ്റെ ഭർത്താവ് തന്നെ പൊന്നുപോലെ നോക്കുമെന്ന ചിന്തയിൽ തന്നെയാണ് വിവാഹം കഴിച്ചു വിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ കൊണ്ടുവെക്കുന്ന സാധനങ്ങളിൽ നിന്നും അത് അവർ കഴിച്ച് അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. കാരണം വരുന്ന പെൺകുട്ടിക്ക് ഒരുപാട് ആവശ്യങ്ങളൊക്കെ കാണും. അത് നിങ്ങളോട് വന്ന് പറയാനോ വാങ്ങാനോ ഒന്നും സാധിക്കില്ല. കാരണം അവർക്ക് നിങ്ങളെക്കാൾ ഉത്തരവാദിത്വത്തോട് പറയാനായിട്ടുള്ളത് നമ്മുടെ ഹസ്ബൻഡ് തന്നെയാണ്. അപ്പോൾ ആ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ വ്യക്തി നിങ്ങളുടെ ചിന്ന പിള്ളയായിട്ടിരുന്ന് പുന്നാരിച്ചിരിക്കാനായിട്ട് നിങ്ങൾ അവസരം ഒരുക്കാതിരിക്കൂ. കാരണം അവനൊരു യുവാവായി മാറ്റി നിങ്ങൾ എടുത്തിരിക്കണം. ഒരു തൊഴിലിന് അവൻ ഏർപ്പെട്ടിരിക്കണം. പഠിച്ചുകൊണ്ട് കഴിഞ്ഞു, ഇനി പഠിച്ച് ഞാൻ ജോലിക്കായി നടക്കുന്നു എന്ന് പറഞ്ഞ് ചുമ്മാ അതും കുറേയൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് തേരേപ്പാര നടക്കുന്ന ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. കാരണം പെൺകുട്ടികളൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തോടു കൂടിയും കുട്ടികൾ കാര്യങ്ങൾ ഡീൽ ചെയ്ത് പോകുന്നത് നമുക്ക് അറിയാം. കാരണം ഒരു യുവാവ്, അതായത് ഒരു ആൺകുട്ടിയേക്കാളും കൂടുതൽ പക്വതയോട് കാര്യങ്ങൾ ഗൗരവത്തോടെ കാണാനും ഒരു കുടുംബം മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഒരു പെൺകുട്ടിക്ക് അറിയാം. ചില പെൺകുട്ടികൾ മാത്രമാണ് ചുമ്മാ തൻ്റെ ഇടത്തോടി ഈഗോ കാണിച്ചും വീട്ടിലൊന്നും അറിവില്ലാതെയും കുറച്ച് അഹങ്കാരവും കൊണ്ട് ആവശ്യമില്ലാത്ത പണികളെല്ലാം ഇരുന്ന് വാങ്ങി ഇരിക്കുന്നത്. അതായത് സാധാരണ കുടുംബത്തിലുള്ള മിക്ക ഇടങ്ങളിലും ഒരു പെൺകുട്ടി ഒരു കുടുംബത്തിൻ്റെ എത്ര കാര്യങ്ങൾ ചെയ്താൽ അത് മുന്നോട്ട് പോകും, ഒരു കുടുംബം ഏത് രീതിയിലാണ് നയിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ജ്ഞാനമുണ്ടായിരിക്കും. കാരണം കൂലിപ്പണിക്കാരായ മാതാപിതാക്കളുടെ കുടുംബങ്ങളിൽ മിക്കവാറും പെൺകുട്ടികൾ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നതിനെക്കുറിച്ച് അവർ നൈപുണ്യം നേടിയിട്ടുണ്ടായിരിക്കും. കാരണം ആ വീട്ടിലെ വരവ് ചിലവുകൾ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ അവർ കൂടുതൽ അറിവ് കാണും. ഈ മിക്ക കൂലിപ്പണിക്കാരുടെ കുടുംബങ്ങളിലും അവരും എല്ലാവരും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തികളാണ്. അത് കുഞ്ഞുങ്ങളായാലും വലിയവരായാലും എല്ലാവരുമായിട്ട് അവർ നല്ലൊരു അണ്ടർസ്റ്റാൻഡ് ഉണ്ടായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ മറയ്ക്കാനോ അല്ലെങ്കിൽ പാതിരിക്കാനോ ഒരു മുറിവൊട്ടിരിക്കാനുള്ള സൗകര്യങ്ങളൊന്നും കാണില്ല. 1-2 മുറിയോ ഒരു ഹാളോ ഒരു കിച്ചൺ അങ്ങനെയൊക്കെ ഇതാണ് മിക്ക ഞങ്ങളെപ്പോലുള്ള കൂലിപ്പണിക്കാരുടെയൊക്കെ കുടുംബങ്ങളിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ പൂട്ടിയിട്ടുള്ള പരിപാടിയൊന്നും കാണില്ല. ഇതൊക്കെ കുറച്ചുകൂടെ ഹൈ ലെവലിൽ ഒരു മിഡിൽ ക്ലാസ്, നമ്മളിപ്പോൾ ലോ ക്ലാസ്സിലെ മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാർക്കുമൊക്കെ ഇത്തരം പൂട്ടിയിരിക്കാനുള്ള സൗകര്യവും ഒരല്പം അഹങ്കാരം കൂടുതലുള്ള അങ്ങനെയുള്ള ആ വ്യക്തികളിൽ കൂടെയാണ് കാണുന്നത്. അപ്പോൾ ഇതെന്ത് തന്നെ ആയാലും പണമുള്ള ആൺകുട്ടികൾ കൂടുതൽ പണിക്കായിട്ടൊന്നും തയ്യാറെടുത്ത് പോവില്ല. കാരണം മാതാവിൻ്റെയോ പിതാവിൻ്റെ ബിസിനസ് അല്ലെങ്കിൽ അവരുടെ കിട്ടുന്ന സാമ്പത്തികമോ എങ്ങനെയൊക്കെ അവരെ മുന്നോട്ട് പോകാൻ സാധിക്കും. നല്ലൊരു മണിമാളികയൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലും മാതാപിതാക്കൾ അവരെ അങ്ങോട്ട് കെട്ടിച്ചു. കാരണം അവിടെ സുരക്ഷിതത്വം അവർക്ക് കൂടുതലായിരിക്കും. തൻ്റെ കുടുംബം, തൻ്റെ മകൾ അവിടെ സുരക്ഷിതയായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങോട്ടയക്കും. പക്ഷെ അത്തരം പയ്യന്മാർ എത്ര പേര് സ്വന്തമായിട്ട് ഒരു ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണമെന്ന് പറഞ്ഞാൽ അവർ എത്ര രൂപ സമ്പാദിക്കുന്നു, അവരെന്ത് തൊഴിൽ ചെയ്യുന്നു. ഒരു വീടിൻ്റെ മഹിമ മാത്രമല്ല വേണ്ടത്, ആ പയ്യനിലുള്ള കുടുംബത്തെ കാണുന്ന രീതി.
ആ ഓരോ കാര്യങ്ങളും മുന്നോട്ട് നയിക്കാനുള്ളവൻ്റെ ആ നൈപുണ്യം, ഇതെല്ലാം പ്രധാനമാണ്. അല്ലാത്ത പക്ഷം കുടുംബത്തിൽ വളരെ അധികം ഉലച്ചിലുകൾ വരാനായിട്ട് സാധ്യതയേറെയുള്ള ഒരു അവസ്ഥ തന്നെയാണത്. അതുകൊണ്ട് നിങ്ങൾ ഏത് സാഹചര്യമാണെങ്കിലും, ലോ ക്ലാസ് ആയാലും മിഡിലായാലും ഇനി ഹൈ ക്ലാസ്സിന് ഏത് തന്നെ ആയാലും നിങ്ങളുടെ ആൺകുട്ടിയുടെ ഉത്തരവാദിത്തമുള്ള ഒരു പേഴ്സണായിട്ട് മാറ്റാൻ നിങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അതായത് ഒരു പഠിച്ച് നല്ലൊരു സർക്കാർ ജോലി വാങ്ങുന്ന ആൾക്കാരെ പെൺകുട്ടികളെ എന്ത് വില കൊടുത്തും കെട്ടിച്ചുവിടാൻ തയ്യാറെടുക്കും. അവൻ വാങ്ങിച്ച സർക്കാർ ജോലി അവന് ഒരു ബലവും നൽകും. പക്ഷെ അറിയേണ്ട ഒരു കാര്യം, ആ സർക്കാർ ജോലിയുടെ തുക കൊണ്ട് അവൻ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു, അവൻ്റെ ആ സാലറി കൊണ്ടാണോ അവൻ ആ വീട് പണിതിരിക്കുന്നത്, അവൻ്റെ ആ എമൗണ്ട് കൊണ്ട് എത്ര കാര്യങ്ങൾ ഡീൽ ചെയ്യണം എന്നതിനെക്കുറിച്ചും ഒക്കെ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. അപ്പം ജോലി ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സ് ഉള്ളിടത്തോളം കാലം ഒരു വ്യക്തിക്കും തളർന്നു വീഴാൻ ഒരവസരം ഉണ്ടാവില്ല. കാരണം ഏത് സാഹചര്യമാണോ ആ സാഹചര്യമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആ വ്യക്തിയെ നിങ്ങൾ ഒരുക്കണം. അത് ഒരു 20-21 വയസ്സ് ആകുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പണിക്ക് വിടണം. ഇനി പഠിക്കാനൊന്നും ബുദ്ധിയില്ല, ഇനി പഠിക്കാൻ പറ്റില്ല, പഠിക്കില്ല എന്ന് കണ്ടാൽ അവൻ എന്താണോ അവൻ്റെ ആരോഗ്യമനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന തൊഴിൽ അതിന് തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞു വിടണം. അല്ലാത്ത പക്ഷം ആ കുട്ടി ഒരു മടിയനായി മാറും. കാര്യഗൗരവം അവനറിയില്ല. കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള പാതയിൽ അത് എങ്ങനെ അത് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ അത് നയിച്ചാലാണത് നന്നായി പോകണമെന്നതിനെക്കുറിച്ചും ഒരു ചിന്തിക്കാനുള്ള കഴിവ് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കല്യാണം കഴിപ്പിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ആൺകുട്ടികൾ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാക്കാനും ഒരു കുടുംബം നോക്കി പോകാനുള്ള പ്രാപ്തി ഒരുക്കാനും നിങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. അതായത് ഒരു ആൺകുട്ടിയെ കൂടുതലും കൊഞ്ചിച്ച് വഷളാക്കുന്നതും അമ്മമാർ തന്നെയാണ്. ഒരു പെൺകുട്ടിയെ ഒരു പരിധി വരെ ആൾക്കാർ ഒഴിവാക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഒരു അടുക്കള കാര്യങ്ങളോ മറ്റ് തൻ്റെ കുടുംബത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ഒരു അറിവ് ഉള്ള പെൺകുട്ടിയാണ് എങ്കിൽ അത് അതിൻ്റെ ഒരു വശം ശരിയാക്കി. പക്ഷെ ഒരു ആൺകുട്ടി എന്ന് പറഞ്ഞാൽ അതല്ല, ഒരു കുടുംബത്തിൻ്റെ നെടുന്തൂണായി മാറേണ്ടവനാണ് അവൻ. അവൻ കുഞ്ഞാണ്, അവൻ എൻ്റെ വാവയാണ്, എൻ്റെ ചക്കരക്കൂടമാണ്, എൻ്റെ ത്യാങ്കൂടമാണ് എന്നൊക്കെ പറഞ്ഞ് പുന്നാരിച്ച് വയ്ക്കുന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അവന് ഉത്തരവാദിത്തമുള്ള ഒരു യുവാവാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. അവൻ്റെ കൗമാര ദിശയിൽ തന്നെ അവനെ ശരിയായ വണ്ണം അതിന് നിങ്ങൾ ട്രെയിൻ ചെയ്യണം. അല്ലാതെ വീട്ടിൽ മൂടി പുതച്ചിരുത്തിയിട്ട് കല്യാണം പ്രായമാകുന്ന സമയത്ത് അവനാകൂടെ ഒരു അങ്കലാപ്പ് വരും. ഞാൻ എങ്ങനെ മുന്നോട്ട് പോയി, എങ്ങനെ എൻ്റെ കാര്യങ്ങൾ ചെയ്യും, എനിക്ക് എങ്ങനെ ചെയ്താൽ മുന്നോട്ട് പോകണമെന്നതിനെക്കുറിച്ചൊരു അറിവും ഉണ്ടാവില്ല. ഒരു പെൺകുട്ടി ഒരിക്കലും തൻ്റെ ഭർത്താവ് ഒരു കഴിവ് കെട്ടുവാനായി ഇരിക്കുന്നത് ആഗ്രഹിക്കുന്നില്ല. അത് കൂലിപ്പണി ചെയ്താലും എന്ത് തൊഴിൽ ചെയ്താലും തൻ്റെ ഭർത്താവ് ഒരു കഴിവുള്ളവനാണ് എന്നുള്ള ബോധ്യം ഒരു പെൺകുട്ടിയെ അവളുടെ ജീവിതത്തെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ സാധിക്കും. കാരണം ഏത് സാഹചര്യത്തിലും തൻ്റെ ഹസ്ബൻഡെ തന്നെ മുന്നോട്ട് നയിക്കും. ഇപ്പോൾ ഒരു പണി ചെയ്യാൻ പറ്റില്ല, എന്നാൽ അവൻ ആ കൂലിപ്പണിക്കെങ്കിലും പോയി തൻ്റെ കുടുംബം നോക്കാനുള്ള ചങ്കൂറ്റം ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒരുക്കാനുള്ളത്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ വർണ്ണ പെൺകുട്ടികളെ പോരടുത്ത് ചുമ്മാ കുടുംബത്തിൽ പിണക്കങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചിന്തകളും സംസാര രീതികളും മാറ്റുക. ചിലയിട അവൾ മരുമകളാണ് എന്നുള്ള രീതിയിൽ മാറ്റിയിരുത്തുക. സ്വന്തം മകൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞതാണെങ്കിൽ ആ കുട്ടി വീട്ടിൽ വന്നാൽ അവൾ എന്ത് ചെയ്യും, പുന്നാരിച്ച് ചില അമ്മമാരെടുത്ത് വെച്ചിരിക്കും. അയ്യോ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് വന്നതല്ലേ, എൻ്റെ മോൾ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് പറയും.
അപ്പം നിങ്ങളുടെ വീട്ടിൽ മുമ്പിൽ നിന്ന് കഷ്ടപ്പെടുന്ന ആ കുട്ടിക്ക് ഉള്ള വിശ്രമത്തിൻ്റെ കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ചില പെൺകുട്ടികളാണെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മായി പോരിനേക്കാളും കഷ്ടത്തിനുള്ള നാത്തൂൻ പോരെടുക്കും. നല്ല സന്തോഷമായിട്ട് പോകുന്ന അമ്മായി മരുമകളെയും കുത്തിത്തിരിപ്പുണ്ടാക്കി പിണക്കി അടിയുണ്ടാക്കി പോകുന്ന കുറേ നാത്തൂന്മാരുണ്ട്. അപ്പോൾ അത് ഓരോ അനുഭവത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. നമ്മുടെ വീട്ടിൽ എൻ്റെ 2 നാത്തൂന്മാരിൽ മൂത്ത നാത്തൂൻ വന്ന എനിക്ക് വളരെ സന്തോഷമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കൊപ്പം നിന്ന് ഇനി വെള്ളം കോരാനായാലും കിച്ചണിൽ ചെയ്യുന്നതിനായാലും പത്രങ്ങൾ എല്ലാത്തിനും ഒരുപോലെ സഹകരിച്ച് പോകാൻ ആ ചേച്ചി മെനക്കൂടുമായിരുന്നു. പക്ഷേ ചിന്ന നാത്തൂനാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ മൂടിപ്പോയി ഒരേ കിടപ്പ്, എന്തെങ്കിലും എടുത്ത് കഴിക്കുക, കൊണ്ട് അയൽപക്കങ്ങളോറും കയറി ഇറങ്ങി നടക്കുക, ഇതൊക്കെ തന്നെയാണ്. ആ തിരിച്ചു പോയി കഴിയുമ്പോൾ ഇവിടെ സന്തോഷമായി പോകുന്ന ആ കുടുംബം അടിയും പിടിയും വഴക്കും എന്ന് പറഞ്ഞ് കുട്ടിച്ചോറാക്കി പോകുന്ന ഒരു ആളായിരുന്നു ഏറ്റവും ചിന്ന നാത്തൂൻ. അപ്പം നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ മോശം പ്രവണതയാണ്. ഈ കുത്തിത്തിരിപ്പെന്നുള്ളതൊക്കെ അങ്ങ് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് നമ്മളെല്ലാവരും ഒരു കുടുംബമാണ്, നമ്മളൊന്നാണ് എന്നുള്ള ചിന്ത എപ്പോഴും അനിവാര്യമാണ്. അതാണ് ഒരു കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പിക്കാനുള്ള കാര്യം. കാരണം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അത് നിങ്ങളുടെ കുടുംബം എന്നത് അത് സഹോദരൻ്റെ കുടുംബമാണ്. സഹോദരൻ്റെ ഭാര്യ അതാണ്, സഹോദരൻ്റെ മക്കൾ. അവരുടെ സന്തോഷം കെടുത്താൻ നമ്മൾ പോകേണ്ട ഒരു ആവശ്യമില്ല എന്ന് ചിന്ത നിങ്ങളുണ്ടായിരിക്കണം. കാരണം നിങ്ങൾ മറ്റൊരു വീട്ടിൽ പോകുമ്പോൾ നിങ്ങളും അവിടെ നാത്തൂനായിരിക്കും. ഇപ്പം നിങ്ങളുടെ നാത്തൂൻ നിങ്ങളോട് എടുക്കുന്ന പോരുമെന്ന് നിങ്ങളിവിടെ നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളോട് പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്നിട്ട് നിങ്ങൾ തന്നെ സ്വന്തം വീട്ടിലുള്ള നാത്തൂനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി പിണങ്ങി പോകുന്ന ആ ഒരു തിയറി അത് ഉപേക്ഷിക്കുക. അത് മോശം പ്രവണത തന്നെയാണ്. മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ മരുമക്കളെ വളരെയധികം സ്നേഹിക്കണം. കാരണം നിങ്ങൾക്ക് എപ്പോഴും സഹായമായും നിങ്ങൾക്ക് താങ്ങായിട്ടും നിങ്ങളുടെ മരുമക്കളാണ് കൂടെയുള്ളത്. നമ്മൾ കേട്ടിട്ടില്ലേ, ദൂരെയുള്ള ബന്ധുവിനേക്കാൾ അടുത്തുള്ള ശത്രുവാണ് ഭേദമെന്ന്. അതായത് അടുത്തുള്ള ശത്രുവാണ് ഉപകരിക്കുന്നതെന്ന്. കാരണം നിങ്ങളിപ്പം ഈ ശത്രു എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്തെന്നറിയാമോ, മിക്കയിടങ്ങളിൽ അയൽപക്കക്കാരുമായിട്ട് നല്ല പോരാണ്. ഞങ്ങളെ ഇടയിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഇവിടെ മിക്കയിടങ്ങളിൽ അയൽപക്കക്കാർ തമ്മിൽ ഒരു സഹകരണവും സ്നേഹവും ഒന്നും ഉണ്ടാവില്ല. ദൂരെയുള്ള ആൾക്കാരുമായിട്ട് വളരെ സഹകരണവും സ്നേഹവുമായിരിക്കും. പക്ഷെ നിങ്ങൾക്കൊരു വയ്യായിക വന്ന് വീണു പോയി കഴിയുമ്പോൾ ആദ്യം ഓടി വരുന്നത് ആരായിരിക്കും? ഈ തൊട്ടുള്ള അയൽപക്കക്കാരാണ്. അപ്പം നിങ്ങൾ ശത്രുവായി കണ്ട ആ വ്യക്തി തന്നെയാണ് നിങ്ങളുടെ അടുക്കിലോട്ട് ഓടി വരുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരുന്നതും അവർ തന്നെയായിരിക്കും. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ വീട്ടിനകത്തുള്ള നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൂടുതൽ സ്നേഹിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല സന്തോഷകരമായ അനുഭൂതി നിങ്ങൾക്ക് തരുന്നത്. പൊന്നും പണവും എന്ന് പറഞ്ഞ് ആവശ്യമില്ലാതെ ഉള്ള പോരുകൾ ഉപേക്ഷിക്കുക. ഈ ജീവിതം ഒന്നേ ഉള്ളൂ. ഈ ജീവിതം നഷ്ടപ്പെടാനും അധികം സമയമൊന്നുമില്ല. ഈ ജീവിതത്തെ തളർച്ച വന്ന് വീണു പോകാനും അധികം സമയമില്ല എന്ന് ഓരോ മാതാപിതാക്കളും ചിന്തിക്കണം. ഇപ്പം മക്കളെ 2 തരത്തിൽ കാണും. ആണായാലും പെണ്ണായാലും തുല്യ സ്ഥാനത്തോടു കൂടെ ആണായാലും പെണ്ണായാലും തുല്യ സ്ഥാനം കൊടുത്ത് നിങ്ങൾ അവർക്ക് അർഹമായ ബഹുമാനത്തോടു കൂടി പെരുമാറാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതേ പ്രാധാന്യം തന്നെയാണ് നിങ്ങളുടെ വീട്ടിൽ വരുന്ന മരുമക്കളോട് നിങ്ങൾ കാണിക്കാനുള്ളത്. അവർ അന്യ പെൺകുട്ടിയല്ല, നിങ്ങളുടെ വീട്ടിൽ വരുന്ന നിങ്ങളുടെ മകൾ തന്നെയാണ്. അതിനോട് സ്നേഹം കാണിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൈത്താങ്ങാനായിട്ട് അവരെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. നിങ്ങൾ നിങ്ങളുടെ ആൺകുട്ടികളെയും ഒരു ഉത്തമ പുരുഷനാക്കാൻ നിങ്ങളാൽ കഴിയുന്ന വിധം അവരെ
പരിശ്രമിക്കുക, അതിനായിട്ട് ട്രെയിൻ ചെയ്യുക. പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്ത് അവനൊരു യുവാവാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.